തമിഴ്നാട്ടിലേക്കാണ്. അവിടെ അണ്ണാ DMK-യിലെ പിളർപ്പിൽ CV ഷൺമുഖം വിഭാഗത്തിന് തിരിച്ചടി എന്നൊരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. CV ഷൺമുഖം വിഭാഗത്തിലെ 3 MLA-മാർ രാജിവെച്ചിരിക്കുകയാണ്. ഇവർ TVK-യിൽ ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 5 MLA-മാർ കൂടി എടപ്പാടി കെ പളനിസ്വാമിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം നമുക്കറിയാം. അതിൽ പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അണ്ണാ DMK-യിലെ പ്രതിസന്ധി, ആ പിളർപ്പ് ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും ഇരുപക്ഷവും ചേർന്ന് MLA-മാർ സ്ഥാനം പിടിക്കുന്നു. അങ്ങനെ പല രാഷ്ട്രീയ മാറ്റങ്ങളും അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് AIADMK-യിലെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇനി പാർട്ടി 2 ഘടകങ്ങളായി തന്നെ നിൽക്കാനാണോ ഉദ്ദേശം? അല്ല ലയനത്തിനായുള്ള അല്ലെങ്കിൽ ഒരു സമവായത്തിനുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? പ്രജൻ, അമൃത, എന്തായാലും ഒരു സമവായത്തിലേക്ക് ഇനി വളരെ വേഗത്തിലൊന്നും പോകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ചർച്ചകൾ, അതായത് EPS ഒരു ജനറൽ കൗൺസിൽ വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളതാണ് CV ഷൺമുഖം വിഭാഗമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ആ കാര്യങ്ങൾ കുറച്ചുകൂടി വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. CV ഷൺമുഖം വിഭാഗത്തിലുള്ള 3 MLA-മാരാണ് ഇന്നിപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അത് മധുരാന്തകം MLA ആയിട്ടുള്ള മരകതം, അതുപോലെ തന്നെ ധാരാപുരം MLA സത്യഭാമ, പെരുന്തുറ MLA ജയകുമാർ എന്നിവരാണ് രാജിവെച്ചത്. ഇവർ സ്പീക്കർ JCD പ്രഭാകരന് കത്ത് നൽകുകയും രാജിക്കത്ത് നൽകുകയും തൊട്ടു പിന്നാലെ മന്ത്രി ആദവ് അർജുനെ കണ്ട് TVK-യിൽ അംഗത്വം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പേർ എന്തായാലും TVK-യിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 3 MLA സീറ്റുകൾ ഒഴിയുന്നു, അല്ലെങ്കിൽ ബൈ ഇലക്ഷനിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു. 3 MLA-മാർ രാജിവെച്ചതിന് പിന്നാലെ എന്നും നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കൂടുതൽ MLA-മാർ ഒരു പക്ഷേ രാജിവെക്കാനുള്ള ഒരു സാധ്യത അതുതന്നെയാണ് കാണുന്നത്. കാരണം TVK-യെ സംബന്ധിച്ച് ഇത്തരത്തിൽ MLA-മാർ വരുമ്പോൾ, അല്ലെങ്കിൽ രാജിവെച്ച MLA-മാർ വരുമ്പോൾ ബൈ ഇലക്ഷൻ വരും, ഉപതെരഞ്ഞെടുപ്പ് വരും. അത് വലിയ തോതിൽ അവർക്ക് ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് TVK കരുതുന്നത്. അങ്ങനെ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്ക് തന്നെ നടന്നു കയറാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ഒരു തീരുമാനം എന്തായാലും TVK-യുടെ ഭാഗത്തു നിന്നുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നുണ്ടായത് 5 MLA-മാർ, അത് CV ഷൺമുഖം പക്ഷത്തുള്ള 5 MLA-മാർ എടപ്പാടി കെ പളനിസ്വാമിക്ക്, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എടപ്പാടി കെ പളനിസ്വാമിക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ 4 MLA-മാർ ഈ പറഞ്ഞ EPS-നെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പിന്തുണ അറിയിച്ചത്. പൻരുട്ടി MLA ആയിട്ടുള്ള മോഹൻ, ആർക്കാട് MLA സുകുമാർ, കാങ്കേയം MLA NSN നടരാജൻ, അതുപോലെ തന്നെ ശങ്കരൻകോവിൽ MLA ദിലീപൻ, ഈ 4 പേർ എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ഒരു MLA സമാനമായ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ EPS-നെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കോൽ ഈ പറഞ്ഞ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും MLA-മാർ. CV ഷൺമുഖം വിഭാഗം ഇന്നിപ്പോൾ സ്പീക്കറെ കാണുകയും SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ, അതായത് ഈ CV ഷൺമുഖത്തെ ഈ പറഞ്ഞ SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി അംഗീകരിക്കുന്ന കാര്യത്തിലുള്ള തീരുമാനം വേഗത്തിലുണ്ടാകുമെന്നും അത് നിയമസഭയിൽ പ്രഖ്യാപിക്കുമെന്നും സ്പീക്കർ JCD പ്രഭാകർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ നിയമസഭയിൽ ഈ പറഞ്ഞ രീതിയിൽ SP വേലുമണി നിയമസഭാ കക്ഷി നേതാവാവുക, ജനറൽ സെക്രട്ടറിയായി EPS തുടരുക എന്നൊരു സമവായത്തിലേക്ക് നേരത്തെ മുതൽ കാര്യങ്ങൾ എത്തുമെന്നുള്ളതായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ വേഗത്തിലൊരു സമവായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. പ്രജിൻ, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.